ലോക ഭൂപടത്തിൽ ഇന്ത്യയെ ഒതുക്കാൻ ചൈന മെനഞ്ഞ തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ് അഥവാ മുത്തുമാല തന്ത്രം. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ പണിത് നമ്മളെ ശ്വാസം മുട്ടിക്കാൻ അവർ ശ്രമിച്ചു. പാകിസ്ഥാനിലെ ഗ്വാദർ മുതൽ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട വരെ നീളുന്ന ആ ചതിയുടെ വല. ശത്രുക്കൾ കരുതിയത് ഇന്ത്യ സ്വന്തം അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണെന്നാണ്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെ എളുപ്പം തോറ്റുകൊടുക്കുന്നവരാണോ? ഒരിക്കലുമല്ല. ശത്രുവിന്റെ വാളുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് നമുക്ക്. ചൈനയുടെ ഈ കുതന്ത്രങ്ങളെ തടയാൻ അവർ പോലും അറിയാതെ ഇന്ത്യ രഹസ്യമായി ഒരുക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിന്റെ പേരാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. അതായത് ചൈനയെ അവരുടെ സ്വന്തം കളിയിൽ തോൽപ്പിക്കാൻ ഇന്ത്യ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നിർമ്മിച്ച സൈനിക താവളങ്ങൾ. അതേ സുഹൃത്തുക്കളെ, സ്വന്തം മണ്ണിൽ മാത്രമല്ല, കടൽ കടന്നും ശത്രുവിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടാൻ പാകത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തി ഇന്ന് വളർന്നിരിക്കുന്നു. അതിർത്തികൾ ഭേദിച്ച് സമുദ്രങ്ങൾ താണ്ടി ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യയുടെ വിദേശ സൈനിക താവളങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ അഭിമാനം നിറയ്ക്കുന്ന കഥയാണ്. ലോകത്തിന്റെ നെറുകയിൽ പാറിപ്പറക്കുന്ന നമ്മുടെ ത്രിവർണ പതാകയുടെ കഥ. വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഒരു കാലത്ത് മറ്റു രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നത് അമേരിക്കയും റഷ്യയും പോലെയുള്ള വൻ ശക്തികൾ മാത്രമായിരുന്നു. ഇന്ത്യ എക്കാലത്തും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. നമ്മൾ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോയിട്ടില്ല. എന്നാൽ സമാധാനം നിലനിർത്തണമെങ്കിൽ യുദ്ധം ചെയ്യാൻ നമ്മൾ സജ്ജരാണെന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യ തങ്ങളുടെ ചിറകുകൾ വിടർത്താൻ തുടങ്ങിയത്. നമുക്ക് ആദ്യം സഞ്ചരിക്കാം മധ്യേഷ്യയിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ താജിക്കിസ്ഥാനിലേക്ക്. അവിടെ പാകിസ്ഥാന്റെ മൂക്കിന് താഴെ ഇന്ത്യ പണിതുയർത്തിയ ഒരു സൈനിക താവളമുണ്ട്, ഫർഖോർ എയർബേസ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ സൈനിക താവളമാണിത്. താജിക്കിസ്ഥാൻ എയർഫോഴ്സുമായി ചേർന്നാണ് ഇന്ത്യൻ വ്യോമസേന ഇത് പ്രവർത്തിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് താജിക്കിസ്ഥാൻ? ലോക ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പാകിസ്ഥാനെയും ചൈനയെയും ഒരുപോലെ നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യത്തിൽ മിന്നലാക്രമണം നടത്താനും ഇതിലും മികച്ചൊരു സ്ഥലമില്ല. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും മിനിറ്റുകൾ മാത്രം പറക്കാനുള്ള ദൂരമേ ഫർഖോർ എയർബേസിൽ നിന്നുള്ളൂ. യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ പിൻഭാഗത്തുകൂടി അപ്രതീക്ഷിതമായ ആക്രമണം നടത്താൻ ഈ താവളം സഹായിക്കും. ഇത് പാകിസ്ഥാനെ ഉറക്കം കെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി പശ്ചിമേഷ്യയിലേക്ക് വരാം. അറബിക്കടലിന്റെ കാവൽക്കാരായി ഇന്ത്യൻ നാവികസേന നിലയുറപ്പിച്ചിരിക്കുന്ന ഒരിടമുണ്ട്, ഒമാനിലെ ദുക്കം പോർട്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതകളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഈ പാതയിലെ സുരക്ഷ വളരെ അത്യാവശ്യമാണ്. ഈ ദുക്കം പോർട്ടിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കും അത്യാധുനിക അന്തർവാഹിനികൾക്കും എപ്പോൾ വേണമെങ്കിലും നങ്കൂരമിടാനുള്ള അനുമതി ഒമാൻ ഭരണകൂടം നമുക്ക് നൽകിയിട്ടുണ്ട്. ചൈന പാകിസ്ഥാനിൽ പണിത ഗ്വാദർ പോർട്ടിന് ഇന്ത്യ നൽകിയ ഏറ്റവും കൃത്യമായ മറുപടിയാണിത്. അറബിക്കടലിൽ ആരെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ദുക്കം പോർട്ടിൽ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾ പാഞ്ഞെത്തും. ഇത് വെറുമൊരു തുറമുഖമല്ല, ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ കോട്ടയാണ്. യുദ്ധം എപ്പോഴും ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ലല്ലോ നടക്കുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുക എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആയുധം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിനടുത്തുള്ള മഡഗാസ്കർ എന്ന ദ്വീപ് രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ വടക്കൻ മഡഗാസ്കറിൽ ഇന്ത്യക്കൊരു രഹസ്യ നിരീക്ഷണ കേന്ദ്രമുണ്ട്. കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെ തോന്നാം, പക്ഷേ ഇത് സത്യമാണ്. 2007 നിർമ്മിച്ച ഈ ലിസണിംഗ് പോസ്റ്റിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരു കപ്പലിന്റെയും അന്തർവാഹിനിയുടെയും സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള അത്യാധുനിക റഡാറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ കടൽപാതയിലൂടെ ഒരീച്ച പറന്നാൽ പോലും അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ഇന്ത്യൻ നാവികസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തും. ചൈനീസ് അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യാൻ ഇതിലും മികച്ചൊരു സംവിധാനമില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റൊരു നിർണായക താവളമാണ് മൗറീഷ്യസിലെ അഗേലഗെ ദ്വീപുകൾ. വെറുമൊരു ദ്വീപായിരുന്ന ഇവിടം ഇന്ന് ഇന്ത്യയുടെ വിപുലമായ ഒരു സൈനിക ഔട്ട്പോസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനങ്ങൾക്കും നാവികസേനയുടെ പൊസൈഡോൺ P-8I പോലെയുള്ള അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങൾക്കും ഇറങ്ങാൻ പാകത്തിൽ 3 കിലോമീറ്റർ നീളമുള്ള പടുകൂറ്റൻ റൺവേയാണ് ഇന്ത്യ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, വലിയ യുദ്ധക്കപ്പലുകൾ കടുക്കാൻ കഴിയുന്ന ഡീപ്പ് വാട്ടർ പോർട്ടും അവിടെ സജ്ജമാണ്. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ താക്കോൽ ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ ഭദ്രമാണ്. നമ്മുടെ അനുമതിയില്ലാതെ ആർക്കും ആ വഴി കടന്നു പോകാൻ കഴിയില്ല.
ഇന്ത്യയെ വളയാൻ വന്ന ചൈന ഇന്ത്യയുടെ ശക്തി കണ്ട് വിയർക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ചൈനയുടെ ജീവനാഡിയായ മലാക്ക കടലിടുക്കിനെ ശ്വാസം മുട്ടിക്കാൻ ഇന്ത്യ പ്ലാൻ ചെയ്ത സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസ് എന്നിവ ഇന്ത്യയുടെ ഈ ഡയമണ്ട് നെക്ലേസിലെ വിലമതിക്കാനാവാത്ത വജ്രങ്ങളാണ്. ഇനി നമുക്ക് കിഴക്കോട്ട് സഞ്ചരിക്കാം. ചൈനയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു പേരാണ് മലാക്ക കടലെടുക്ക് അഥവാ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാലിയാണിത്. അവരുടെ 80% എണ്ണയും ചരക്കുകളും കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ഇവിടെയാണ് ഇന്ത്യ സിംഗപ്പൂരുമായി ചേർന്ന് ഒരു വമ്പൻ തന്ത്രം മെനഞ്ഞത്. സിംഗപ്പൂരിലെ ചാങ്കി നേവൽ ബേസ് ഉപയോഗിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇപ്പോൾ പൂർണ്ണ അധികാരമുണ്ട്. അതിർത്തിയിൽ ചൈന എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചാൽ മലാക്ക കടലിടുക്ക് വഴി വരുന്ന ചൈനീസ് കപ്പലുകളെ തടയാൻ ചാങ്കി ബേസിലുള്ള ഇന്ത്യൻ പടക്കപ്പലുകൾക്ക് നിമിഷങ്ങൾ മതി. ഈ ഒരു ഭയമാണ് ശരിക്കും ചൈനയെ ഇന്ത്യയോട് മുട്ടുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നത്. ചൈന പാകിസ്ഥാനിൽ പണിത ഗ്വാദർ തുറമുഖത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ അതിനെ ഇന്ത്യ നൽകിയ പണി എന്താണെന്നറിയാമോ? ഗ്വാദറിൽ നിന്നും വെറും 72 കിലോമീറ്റർ മാത്രം അകലെ ഇറാനിൽ ഇന്ത്യ സ്വന്തമായൊരു തുറമുഖം പണിതു. അതാണ് ഛബാഹാർ പോർട്ട്. പാകിസ്ഥാന്റെ സഹായമില്ലാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും സുഗമമായി കടക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കുന്നു. ശത്രുവിന്റെ കോട്ടയ്ക്ക് തൊട്ടടുത്ത് തന്നെ സ്വന്തം പാളയം തീർത്ത ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം ലോകരാജ്യങ്ങളെ വരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഗ്വാദറിലെ ചൈനീസ് നാവികസേനയുടെ ഏത് നീക്കവും ഒപ്പിയെടുക്കാൻ ചബാഹാർ പോർട്ടിലെ ഇന്ത്യൻ സാന്നിധ്യത്തിന് വളരെ എളുപ്പം കഴിയും. ഇന്ത്യയുടെ ഈ സൈനിക ശക്തി കേവലം കപ്പലുകളിലും പോർവിമാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. അയൽ രാജ്യങ്ങളുമായുള്ള ശക്തമായ സൈനിക ബന്ധവും ഇതിൽ പ്രധാനമാണ്. ഭൂട്ടാനിലെ ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിംഗ് ടീം ഇതിനൊരു ഉദാഹരണമാണ്. ഇന്ത്യയുടെ ഏറ്റവും സെൻസിറ്റീവായ സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ സ്നെക്ക് സംരക്ഷിക്കുന്നതിൽ ഭൂട്ടാനിലെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം വളരെ നിർണായകമാണ്. ഡോകലാമിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം നെഞ്ചുവിരിച്ച് അവർക്ക് മുന്നിൽ നിന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഭൂട്ടാന്റെ സുരക്ഷ എന്നത് ഇന്ത്യയുടെ കൂടി സുരക്ഷയാണ് എന്ന് നമ്മൾ തെളിയിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചാണ്. സാങ്കേതികമായി അതൊരു വിദേശ രാജ്യമല്ല, ഇന്ത്യയുടെ സ്വന്തം മണ്ണാണ്. അതെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരിക്കലും മുങ്ങാത്ത ഇന്ത്യയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായാണ് പ്രതിരോധ വിദഗ്ധർ ആൻഡമാൻ ദ്വീപുകളെ വിശേഷിപ്പിക്കുന്നത്. കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത കമാൻഡ് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലമാണിത്. മലാക്ക കടലിടുക്കിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന ആൻഡമാൻ ദ്വീപുകളിൽ നിന്നും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും അത്യാധുനിക പോർ വിമാനങ്ങളും എപ്പോഴും സജ്ജമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏത് ചൈനീസ് അന്തർവാഹിനിക്കും ആൻഡമാനിലെ നമ്മുടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് കടക്കാനാകില്ല. ഇത്രയൊക്കെ പോരെ ഇന്ത്യയുടെ കരുത്തറിയാൻ. എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ലോകത്തെ വൻ ശക്തികളായ അമേരിക്ക, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്ന ലോജിസ്റ്റിക്സ് കരാറുകൾ അഥവാ ലെമോഗ പോലുള്ള കരാറുകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകുന്ന കരുത്ത് ചില്ലറയല്ല. ഈ കരാറുകൾ പ്രകാരം ലോകത്തിന്റെ ഏത് കോണിലുള്ള അമേരിക്കൻ അല്ലെങ്കിൽ ഫ്രഞ്ച് നാവിക താവളങ്ങളിലും ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കടുക്കാനും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കും. അതായത് ആഫ്രിക്കയിലുള്ള ഫ്രഞ്ച് താവളമായ റീയൂണിയൻ ഐലൻഡ് മുതൽ ഓസ്ട്രേലിയൻ താവളങ്ങൾ വരെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തം വീട് പോലെ ഉപയോഗിക്കാം. ലോകമെമ്പാടും ഇന്ത്യയുടെ കണ്ണും കാടുമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കുന്നില്ലേ? പണ്ട് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തിയവർ ഇന്ന് ഇന്ത്യയുടെ പേര് കേൾക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കും. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനൊപ്പം സമുദ്രങ്ങൾക്ക് കുറുകെ വലവിരിച്ച് ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് വിറപ്പിക്കാൻ കേൾപ്പുള്ള ഒരു സൂപ്പർ പവറായി നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഈ സുരക്ഷയ്ക്ക് പിന്നിൽ രാവും പകലും ഉണർന്നിരിക്കുന്ന ഓരോ ഇന്ത്യൻ സൈനികനുമുണ്ട്. മഞ്ഞിലും മഴയിലും അതിർത്തി കാക്കുന്ന ആ ധീര ജവാന്മാർക്ക് ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇന്ത്യയുടെ ഈ വിദേശ സൈനിക താവളങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലേത് താവളമാണ് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് അഭിമാനം തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ടെക്കിനി ഫാക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.